യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അങ്ങനൊരു മോഹം നിന്റെ ഉള്ളിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞു സുന്ദരി. അല്ലെങ്കിൽ നിന്റെ ഹസ്ബൻഡിന്റെ നമ്പർ എന്ന് പറഞ്ഞ് എന്റെ കാർത്തിയുടെ നമ്പർ നീ അച്ഛമ്മയുടെ കയ്യിൽ കൊടുക്കില്ലല്ലോ. തെറ്റിദ്ധരിച്ചിരിക്കുക. കാർത്തിക് സാറിന്റെ നമ്പർ ഞാൻ കൊടുത്തത് എന്തെങ്കിലും അത്യാവശ്യത്തിന് വിളിക്കാൻ വേണ്ടി മാത്രമാ. നിന്റെ അച്ഛമ്മ പറഞ്ഞത് അത് കാർത്തിയുടെ നമ്പർ എന്നല്ല സുന്ദരി, നിന്റെ കെട്ടിയോന്റെ നമ്പർ എന്നാ. മാഡത്തിന്റെ മനസ്സിൽ ചില തെറ്റിദ്ധാരണകൾ ഉറച്ചുപോയി. അത് തെറ്റാണെന്ന് മാഡത്തിനെ ബോധ്യപ്പെടുത്താൻ ഇപ്പൊ എനിക്കാവില്ല മാഡം. പക്ഷെ അതിന്റെയൊക്കെ ശരി എന്താണെന്ന് തിരിച്ചറിഞ്ഞ അതൊരിക്കലും മാഡത്തിന് നല്ലതായിരിക്കില്ല. ദയവേത് ഇനിയും എന്നെ കൊണ്ട് സംസാരിപ്പിക്കരുത്. അത് ഒരാൾക്കും ഗുണം ചെയ്യില്ല. എനിക്കും മാഡത്തിനും നമുക്കൊപ്പം നിൽക്കുന്ന ആർക്കും. സുന്ദരി നിക്ക്. ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തിരിഞ്ഞിറങ്ങി പൊയ്ക്കളയാവെന്ന് കരുതുന്നത് മര്യാദക്കേടാണെന്ന് അറിയോ നിനക്ക്? ഞാൻ പറയുന്ന കാര്യങ്ങൾക്കും ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം തരാതെ നീ ഇവിടെ നിന്ന് പോയാൽ നമ്മൾ തമ്മിലുള്ള ബന്ധം ഇവിടെ ഇന്നത്തോടുകൂടി അവസാനിക്കും സുന്ദരി. വൈകിയാ പറയുന്നത്. പിന്നെ ഒരിക്കലും നിനക്ക് എന്റെ അരികിലേക്ക് വരാൻ പറ്റില്ല. ഇന്ന് തീരുവല്ല. എന്തവസാനിക്കുമെന്നാ മാഡം ഈ പറയുന്നത്? സ്നേഹബന്ധമാണോ? സ്നേഹത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വിശ്വാസമാണ്. ഇക്കാലം അത്രയും ഞാൻ പറയുന്നതും ചെയ്യുന്നതും മാഡം വിശ്വസിച്ചു. മാഡത്തിന്റെ നല്ലതിന് വേണ്ടിയാണ് അതൊക്കെയെന്ന് ഉറപ്പുണ്ടായിരുന്നു മാഡത്തിന്. പക്ഷേ ഇപ്പൊ മാഡത്തിന് എന്നെ വിശ്വാസമില്ല. ഞാൻ ചെയ്യുന്നത് മുഴുവൻ എന്തിനധികം എന്റെ ഓരോ വാക്കുകളിലുള്ളത് പോലും തെറ്റാണെന്ന ചിന്തയാ ഇപ്പൊ മാഡത്തിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇനി ഒരു നിശ്വാസം ഉതിർത്താൽ പോലും അതിനെയും തെറ്റിദ്ധരിക്കാൻ മടിയില്ലാത്തൊരു മനസ്സായി മാറിയിട്ടുണ്ട് മാഡത്തിൻ്റെത്. എന്തിന് ഇനിയും ഞാൻ എന്തിനു സഹിക്കണം? എല്ലാവരുടെയും സന്തോഷം മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഒരു നിമിഷം പോലും ഇന്നേ വരെ മാഡത്തിനെ കുറിച്ച് മോശമായിട്ടൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല, ചിന്തിക്കുകയില്ല. ഈ നിമിഷവും ഞാൻ സംസാരിക്കുന്നത് മാഡം എന്ന് വിളിച്ചു തന്നെയാ. അത് തെറ്റിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. മാഡത്തിന്റെ വിശ്വാസത്തിനേക്കാൾ എനിക്ക് വലുത് എന്റെ വിശ്വാസങ്ങളാ. മാഡം പറഞ്ഞില്ലേ ഇനി ഇങ്ങോട്ട് വരാൻ പാടില്ലെന്ന്? മതി മാഡം, മാഡം എന്നെ കണ്ടിടത്തോളം മതി. അതുപോലെ എനിക്ക് കാണാനുള്ള ആഗ്രഹവും
ഞാനിവിടെ അവസാനിപ്പിക്കുക. നോക്കു സുന്ദരി, വീണ്ടും ഞാൻ പറയാം, നീ ഇവിടുന്ന് പോകാനാണ് നോക്കുന്നതെങ്കിൽ എന്റെ മുന്നിൽ ഇപ്പൊ നിൽക്കുന്നത് ഞാൻ കണ്ടു പരിചയിച്ച പഴയ വൈഗ മാഡം അല്ല. ഞാൻ സ്നേഹിക്കുന്ന ആരാധിക്കുന്ന പഴയ വൈഗ മാഡം ആയിരുന്നെങ്കിൽ എന്നെ അടുത്ത് പിടിച്ചിരുത്തി കാര്യകാരണങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയേനെ എന്നോട്. ഞാൻ പറയരുതെന്ന് ആഗ്രഹിച്ചതെന്തോ അതാണ് മാഡം ഇപ്പൊ പറഞ്ഞത്. പക്ഷെ ഇനി ഞാൻ പറയാതിരിക്കുന്നത് അബദ്ധമായി പോവും. മലയാളിയ അളിയ, ദേ എല്ലാവരുടെയും മുഖം ഇരിക്കുന്ന കണ്ടോ? ഇവരൊക്കെ പറഞ്ഞിട്ടും കേൾക്കാതെ പോയ അളിയൻ ഞാൻ വിളിച്ചപ്പോ വന്നു. അതിന്റെയൊക്കെ അസൂയ ഇവർക്ക് അല്ലടി മോളെ. അളിയ, ദേ ഇവരുടെയൊക്കെ പിണക്കം മാറ്റിയിട്ട് അളിയൻ ഇന്ന് തിരിച്ചു പോകാവൂ. ഓക്കെ അല്ലേ അളിയ? ഓക്കെയാണ്. അപ്പൊ പിന്നെ ഒരു കാര്യം ചെയ്യാം, സ്ത്രീജനങ്ങളെല്ലാം നേരെ അടുക്കളയിലേക്ക് വിട്ടോ. പടപടാന്ന് ചോറും കറിയൊക്കെ ശരിയാക്കണം. നമുക്ക് ഇന്ന് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. ഞാൻ പോയിട്ടെ ഒന്ന് കുളിച്ച് ഡ്രസ്സ് മാറിയിട്ട് വരാം. അടുക്കളയിലേക്ക് തന്നെ വരാം. ഓക്കെ? നാണമെന്ന് പറയുന്ന സാധനം ഉണ്ടോടാ നിനക്ക്? അമ്മയുടെ ദേഷ്യം തീർക്കുന്നതേ ഈ പാത്രങ്ങളോടല്ല. എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും. അത് നീ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. ഓ, ഇനി ഉടനെ എന്റെ നേർക്ക് തിരിഞ്ഞോ? തിരിയുടി, എല്ലാവരുടെ നേർക്കും തിരിയും. അവൻ ചെയ്യുന്നതെല്ലാം സപ്പോർട്ട് ചെയ്ത് നിൽക്കല്ലേ ഇവിടെ എല്ലാവരും. ഓ, പറയുന്ന കേട്ട് തോന്നുമല്ലോ ഈ പറയുന്ന അമ്മ അങ്ങ് അങ്കിളിനെ സപ്പോർട്ടേ ചെയ്യുന്നില്ലെന്ന്. നോക്കമ്മേ, എല്ലാം തുറന്നു പറയാനാണെങ്കിലേ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു അമ്മയ്ക്ക്. അവസരങ്ങളെന്ന് മാത്രം പറഞ്ഞാ പോരാ, പറഞ്ഞേ മതിയാവൂ എന്ന് വന്ന അവസരങ്ങള്. അവിടേക്ക് അമ്മ തന്നല്ലേ കാർത്തികങ്ങളിനെ സപ്പോർട്ട് ചെയ്തത്. നിർത്തി, ഇനി ഒരുത്തനെയും സപ്പോർട്ട് ചെയ്യുന്നില്ല ഞാൻ. ഒരു കാര്യം ചെയ്യാം, ഇപ്പൊ തന്നെ ചെന്ന് നിന്റെ അച്ഛനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞേക്കാം. കൃഷ്ണമാമയോട് സത്യങ്ങള് പറയാൻ പോവുമായിരിക്കും അല്ലേ? അതെ, പറയാൻ പോവുക തന്നെയാ. എങ്കിൽ ചെന്ന് പറയ്. ചെല്ല് ദേവിയമ്മ, എന്തിനാ ഇനി മടിക്കുന്ന്? ഇപ്പോഴാവുമ്പോ കാർത്തിക് അവിടെ നിപ്പുണ്ട്.
അയാളുടെ തനി സ്വരൂപം എന്താണെന്ന് കൃഷ്ണമാമ കൂടി അറിയട്ടെന്നേ. എന്താ ചേച്ചി പറയുന്നേ? ഹ, നീ അടങ്ങ് മാലിനി, ഞാൻ പറയട്ടെ. പറയുമ്പോ തുടക്കം തൊട്ടേ പറയണം. എന്റെ തല തൊട്ടപ്പനായി നിന്ന് കൃഷ്ണമാമ നടത്തിവെച്ച കല്യാണം പൊളിഞ്ഞു പാളീസായെന്നും സ്വന്തം അളിയൻ എന്നെ ചതിക്കായിരുന്നു എന്നും കൃഷ്ണമാമയോട് പറയണം ദേവിയമ്മ. പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോ ഇവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞു മരിച്ച കാര്യവും അതിന് കാരണക്കാരൻ കാർത്തിക്കാണെന്നും കൂടി പറയണം. ആ പിന്നെ പോകുമ്പോ ഒരു കാര്യം കൂടി മനസ്സിൽ ആലോചിച്ചിട്ട് വേണം പോവാൻ. എല്ലാം കൃഷ്ണമാമ അറിഞ്ഞു കഴിയുമ്പോ ഇവിടെ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന് എന്ന് കരുതി എത്ര നാളിങ്ങനെ വായും പൂട്ടിക്കെട്ടി ഇരിക്കാൻ പറ്റും? വായ്മൂടി ഇരിക്കണ്ട. അച്ഛനടുത്തേക്ക് പോകുമ്പോ ആ വെട്ടൂത്തിയും കൂടെ എടുത്തോണ്ട് പൊക്കോ. എല്ലാം കേട്ട് കഴിയുമ്പോ കഴുത്തെറിഞ്ഞിടും അച്ഛൻ, പുന്നാര ആങ്ങളയുടെ. പിന്നെ ഒന്നുകൂടി, ഇപ്പൊ ഞാൻ പോകുന്നതും വൈകയും വൈദേഹി മേഡത്തിനെയൊക്കെ കാണാൻ തന്നെയാണ്. എന്ന് കരുതി ജോലി ഉപേക്ഷിക്കുകയാണെന്ന് പറയാനുള്ള മണ്ടത്തരം കാണിക്കാനൊന്നും എന്നെ കിട്ടില്ല. ഞാൻ വീണ്ടും പറയുന്നു, ഇപ്പൊ തുടങ്ങി വെച്ചിരിക്കുന്ന പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാതെ ഞാൻ അവിടെ നിന്ന് വരുമെന്ന് അളിയനെന്നല്ല ആരും വിചാരിക്കണ്ട. ദേവീത് ഈ കാര്യവും പറഞ്ഞ് എന്നെ ശല്യപ്പെടുത്താൻ വന്നേക്കരുത്, കേട്ടല്ലോ? കൃഷ്ണമാമ, എന്റെ വാക്കുകൾക്ക് പുല്ലുവില കൽപ്പിച്ച് പുറങ്കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചിറങ്ങി പോയവൻ എന്താ അവൻ ധരിച്ചു വച്ചേക്കുന്നേ? ശബ്ദമുയർത്തിയ ഞാനങ്ങ് അടങ്ങുന്നു, പത്തി മടക്കിക്കൊള്ളുന്നു. കൃഷ്ണമാമ, ആ പ്രോജക്റ്റിനെ കുറിച്ച് എനിക്കും അറിയാം. പുള്ളിക്കാരന് നല്ല പ്രഷർ ഉണ്ടാവും, അതുകൊണ്ടാവും പെട്ടെന്ന് ദേഷ്യം വന്നത്. അല്ലാതെ കൃഷ്ണമാമയെ ധിക്കരിച്ചതൊന്നും അല്ല. വലിയ ഓഫീസല്ലേ, അവിടെ ചില നിയമങ്ങളൊക്കെ ഉണ്ട്. ഒരു 10-15 ദിവസങ്ങൾക്കുള്ളിൽ ആ പ്രോജക്റ്റ് കഴിയും. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കൃഷ്ണമാമ. என்ன பற்றி சார்? அவசரமா போன் பண்ணி விழிச்சு வருத்திட்டு ஒண்ணுமே சொல்லாத இருக்கணும்.
സാറോட തക്കിട തരികട പരിപാടി ഏതാവത് വൈഗ മാഡத்துக்கு தெரிஞ்சாச்சா? ഏയ് വൈകിയൊന്നുമല്ല എന്റെ പ്രശ്നം. പ്രശ്നങ്ങൾ മുഴുവൻ എന്റെ വീട്ടില്. എന്നാ സാർ പ്രശ്ന? എന്റെ ഒരു അളിയനുണ്ടല്ലോ, ആ നാശം പിടിച്ച കൃഷ്ണൻ. അങ്ങനെ ഒറ്റ വാശിയിൽ നിൽക്ക് ഞാൻ വൈകിയുടെ ഓഫീസിൽ ജോലിക്ക് പോകണ്ടെന്ന്. ഞാൻ വൈകിയുടെ സ്റ്റാഫ് ആണെന്നാണല്ലോ വീട്ടിലെല്ലാരും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. എല്ലാരും അല്ലല്ലോ സാർ. സുന്ദരി ഉൾപ്പെടെ ചിലർക്കൊക്കെ സത്യം അറിയാലോ. ചിലർക്കൊക്കെ അറിയാവുന്ന സത്യം അളിയൻ അറിഞ്ഞാൽ അതോടുകൂടി എല്ലാം തീരും. ഇനി അങ്ങോട്ട് ഫുൾ ടൈം ഞാൻ വീട്ടിലുണ്ടാവണമെന്ന് അളിയൻ പറയുന്നത്. വൈകിയുടെ ഡെലിവറിക്കാണെങ്കിൽ ഇനി ഒരു 15 ദിവസമേ ഉള്ളൂ. ഇനി എങ്ങും പോണ്ട, എപ്പോഴും അവളുടെ കൂടെ കാണണമെന്ന് വൈകിക്ക് ഒരേ വാശി. സത്യം പറഞ്ഞ ഞാനിപ്പോ ത്രിശങ്കു സ്വർഗത്തില്. എങ്ങോട്ട് പോണോന്നറിയില്ല. ഒരു ഗംഭീര ഐഡിയ ഞാൻ சொல்லட்டுமா? എന്താന്ന് വെച്ചാ പറ. ഗംഭീരാണോ അല്ലയോ എന്നൊക്കെ ഞാൻ കേട്ടിട്ട് പറയാം. സാർ, വൈഗ മാഡത്തോட ഡെലിവറിക്ക് വേണ്ടി തിരുവനന്തപുരത്ത് ഒരു ഉഗ്രം ഹോസ്പിറ്റൽ ഉണ്ടെന്ന് சொல்லணும். அப்படியே சொல்லி വൈഗ മാഡത്തെയും കൊണ്ട് ഇപ്പോഴേ തിരുവനന്തപുരത്തേക്ക് കിளம்பணும். സാറിന്റെ അളിയനോട് இப்படியே சொல்லணும். ஒரு புது ப்ராஜெக்ட் ஸ்டார்ட் பண்ணணும். அதுக்கு சேஷம் ஜோலி ரிசைன் பண்ணலான்னு. அந்த புது ப்ராஜெக்ட்டுக்கு ஒரு 15 டேஸ் வெளிநாட்டுக்கு போகணும்னு வீட்ல சொல்லணும். எப்படி இருக்கு மை ஐடியா? என்னோட செகண்ட் வைஃபோட பிரசவம் நான் இப்படித்தான் பார்த்தது. എന്താ ശ്രീകാന്ത് നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? സുന്ദരി ഇവന് സ്വന്തം സിസ്റ്റർ പോലെ അല്ലേ? അല്ലേ കാർത്തിക്? സുന്ദരി എന്റെ പെങ്ങളാണെന്ന് ഞാൻ എന്തിനു പറയണം? എന്താ അങ്ങനെ പറയാൻ പറ്റില്ലേ? എങ്ങനെ പറയാൻ പറ്റും വൈക? നോക്ക് ശ്രീകാന്ത്, നീയും ഇവളും ഒരേ സ്ഥലത്ത് വളർന്നവരായിരിക്കും. അതിന്റെ പേരിൽ ഇവളെ നിനക്ക് പെങ്ങളെന്ന് വിളിക്കാം. അത് നിന്റെ ഇവളുടെ ഇടയ്ക്കുള്ള പ്രശ്നം. നിങ്ങളുടെ റിലേഷൻ, അതിനെക്കുറിച്ച് എനിക്കറിയണ്ട എന്ന് കരുതിയിട്ട് ഞാൻ ആരെ സ്നേഹിക്കണം, ആരുമായിട്ട് എന്ത് റിലേഷൻ വയ്ക്കണം, ആരെ പെങ്ങളായിട്ട് കാണണം എന്നൊന്നും ഇയാളെ എന്നോട് നിർദ്ദേശിക്കണ്ട. ഏതെങ്കിലും ഒരു പെണ്ണിനെ കാണുമ്പോ പെങ്ങളെന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ അത് എനിക്ക് തോന്നണം. നീയോ ഇവളോ പറഞ്ഞു എന്ന് കരുതി ഞാൻ ആരെയും പെങ്ങളായി കാണാൻ പോകുന്നില്ല. കൂടുതൽ അങ്ങ് പറഞ്ഞു കയറി എനിക്ക് ചെക്ക് വെച്ച് കളയാനൊന്നും ആരും കരുതണ്ട. വൈകെ പെങ്ങളെന്ന് വിളിക്കുമ്പോഴും നിന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാർത്തി, എന്താ കാർത്തി പറയുന്നേ? താൻ തന്റെ പണിയെടുത്താൽ മതി. എന്നെ ബന്ധങ്ങളും അതിന്റെ വിലയൊന്നും പഠിപ്പിക്കാൻ വരണ്ട. എല്ലാരും കൂടെ ചേർന്ന് എന്നെ ഇൻസൾട്ട് ചെയ്യാവുന്നതിന്റെ അങ്ങേയറ്റം എന്നെ ഇൻസൾട്ട് ചെയ്തു. മടുത്തു എനിക്ക്. ശ്രീ, ഐ എം റിയലി സോറി ഡാ. ഡെലിവറിക്ക് തിരുവനന്തപുരത്ത് പോണോന്ന് പറഞ്ഞ ഉടനെ അമ്മ വേണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ നീ നോ പറഞ്ഞു. അതിന്റെ ഡിസ്റ്റർബൻസ് ആ കാർത്തിക്ക്. നിന്റെ ഇപ്പോഴത്തെ ഹെൽത്ത് കണ്ടീഷൻ വെച്ച് ഒരു ലോങ് യാത്രയുടെ കാര്യം പറഞ്ഞാൽ വിവരമുള്ള എല്ലാവരും നോ എന്നേ പറയും. അതെനിക്ക് മനസ്സിലാകും. പക്ഷെ തിരുവനന്തപുരത്ത് ഹോസ്പിറ്റലിൽ പോയാ ഞാൻ സേഫ് ആവുമെന്ന് കാർത്തിയോട് ആരോ പറഞ്ഞു. ഐ എം സോറി ശ്രീ. എന്നോട് നീ സോറി പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഒരു കാരണവശാലും കാർത്തികിന്റെ വാക്ക് കേട്ട് നീ തിരുവനന്തപുരത്തേക്ക് പോകരുത്.
ശരി, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. നിനക്ക് ഭ്രാന്ത് വല്ലതുണ്ടോ കാർത്തി? ആരോട് എന്ത് പറയണമെന്ന് ബോധമില്ലെന്നായോ നിനക്ക്? അപ്പൊ അവൻ എന്നോട് ചോദിച്ചതിനൊന്നും നിനക്ക് ഒരു കുഴപ്പമില്ലല്ലേ? അത്രയ്ക്ക് സഹിക്കാൻ പറ്റാത്തതായി എന്താ ശ്രീ ചോദിച്ചത്? നിന്റെ മുമ്പിൽ വെച്ചല്ലേ സുന്ദരി എന്റെ പെങ്ങളാണെന്ന് പറയാൻ പറ്റുമോ ചോദിച്ചത്? പെങ്ങളാണെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? സുന്ദരി സഹോദരി പോലെയാണെന്ന് കരുതിന്ന് വെച്ച് നിനക്കൊരു ദോഷം വരാൻ പോകുന്നില്ലല്ലോ. അവള് നിന്റെ ഭാര്യയൊന്നും അല്ലല്ലോ. പറ, എന്താ കുഴപ്പമൊന്ന്? വഴിയെ പോകുന്നവരെയൊക്കെ പെങ്ങളാണെന്ന് പറയേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. എനിക്ക് അവളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവൾക്ക് ഞാൻ എന്തെങ്കിലും ഫേവർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, സഹായത്തിന് പോയിട്ടുണ്ടെങ്കിൽ, അത് നീ പറഞ്ഞു എന്നുള്ള കാരണം കൊണ്ടാ. അവളെ എക്സാമിന് കൊണ്ടുപോയത് നീ ആവശ്യപ്പെട്ടിട്ട. അല്ലാതെ ശ്രീകാന്ത് പറയുന്നത് കേട്ടിട്ട് അവളെ പെങ്ങളെന്ന് വിളിക്കാനൊന്നും എന്നെ കിട്ടില്ല. അവൻ നാളെ വേറെ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചിട്ട് മോളെന്ന് വിളിക്കാൻ പറഞ്ഞ അത് ഞാൻ കേൾക്കണം. എനിക്ക് ആരെ പെങ്ങളായിട്ട് കാണണം, ആരെ ചേച്ചിയായിട്ട് കാണണം, ആരെ സുഹൃത്തായിട്ട് കാണണം എന്നൊക്കെ നന്നായിട്ട് അറിയാം. അത് തീരുമാനിക്കുന്നവൻ ഞാനാ, അല്ലാതെ വഴിയെ പോകുന്നവനല്ല. എന്റെ ജീവിതത്തിൽ വരുന്നവരും പോകുന്നവരും എല്ലാരും കയറി തീരുമാനം എടുക്കുകയല്ലേ ഇപ്പോ? അതിനിയും വെച്ച് പൊറപ്പിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട് എനിക്ക്. ആയിക്കോട്ടെ, സമ്മതിച്ചു എന്ന് കരുതി ശ്രീകാന്തിന്റെ മുഖത്ത് നോക്കി സ്വന്തം പണി ചെയ്തിട്ട് ഫീസ് വാങ്ങിച്ച് മിണ്ടാതിരുന്നോളാൻ പറയാൻ നിനക്ക് എങ്ങനെ തോന്നി കാർത്തി? നീ പറഞ്ഞതെല്ലാം കേട്ട് അവൻ ക്ഷമിച്ചിരുന്നത് നിന്നെ പേടിച്ചിട്ടൊന്നുമല്ല, എന്നോടുള്ള സ്നേഹം കൊണ്ടാ. അത് ഓർമ്മ വേണം. നീ പറഞ്ഞതൊക്കെ കേട്ട് ശ്രീക്ക് എന്തുമാത്രം വിഷമായി എന്നറിയോ? വിഷമം അവന് മാത്രമേ ഉള്ളൂ അല്ലേ? ഞാനൊരു പൊട്ടനായിരുന്നു, എല്ലാം സഹിച്ചോണം. കൊള്ളാം, നന്നായിട്ടുണ്ട്. നിനക്ക് സീസണലായിട്ടാണല്ലോ ബന്ധങ്ങൾ വരുന്നത്. ഒരു സമയത്ത് സുന്ദരിയായിരുന്നു, അവളെ തലേ ചുമന്നുകൊണ്ട് നടന്നു. ഇപ്പൊ ഇവൻ പറയുന്നത് വേദവാക്യം. കുറച്ചു നാൾ കഴിയുമ്പോ വേറെ ആരെങ്കിലും വരും, പിന്നെ അവരെ ചുമന്നുകൊണ്ട് നടക്കും. വരുന്നെങ്കിൽ അവൻ ഇങ്ങോട്ട് വരട്ടെ, അല്ലാതെ പോയി ക്ഷണിച്ചു വരുത്തൊന്നും വേണ്ട. ചേടാ, നീ ഒന്ന് അടങ്ങ് ശ്രീദേവി. മോനെ കൃഷ്ണ, നീ ഒന്ന് വിളിക്ക. ഇത് തന്നെയാണ് പറ്റിയ അവസരം. ഇപ്പൊ ചെന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാം. അളിയ, വാളിയ, എനിക്കറിയായിരുന്നു അളിയൻ വരുമെന്ന്. അളിയ, അപ്പോഴത്തെ ദേഷ്യത്തിൽ ഞാനെന്തോ പറഞ്ഞുപോയി. അളിയനെ എന്നോട് ക്ഷമിക്കണം. അളിയനെ എതിർത്ത് സംസാരിക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. പറ്റിപ്പോയി. അളിയൻ എനിക്ക് എന്റെ ദൈവത്തിന് തുല്യ. അപ്പോഴത്തെ ദേഷ്യത്തിൽ ഞാൻ അറിയാതെ അങ്ങ് പറഞ്ഞുപോയി. ശരിക്കും ഞാനൊരു പൊട്ടന. അല്ലെങ്കിൽ അളിയനോട് അങ്ങനെയൊക്കെ പറയാവോ? ഐ എം റിയലി സോറി അളിയ. അളിയ, എന്നോട് ക്ഷമിക്കളിയ. എന്താ അളിയ ഇത്? അതൊക്കെ ഞാൻ അപ്പോഴേ അങ്ങ് മറന്നു. അളിയൻ ഇങ്ങോട്ടിരിക്കും.
ഇരിക്കേ. നീ വന്ന് സോറി പറഞ്ഞ ഉടനെ ഏട്ടൻ ക്ഷമിച്ചു തരണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. എന്താ ശ്രീദേവി ഇത്? അളിയനൊരു അബദ്ധം പറ്റി, അത് ഏറ്റുപറയുകയും ചെയ്തു. ഇനിയും അതിനെ വെറുതെ കുത്തിപ്പൊക്കാൻ നോക്കണ്ട, അത് വിട്ടേക്ക്. അളിയ, നമ്മളൊരു ചെറിയ കാര്യം സംസാരിച്ചു തുടങ്ങിയത്. വൈകയുടെ ഓഫീസിലെ ജോലി വിടുക എന്ന് പറയുന്നത് അത് അത്ര വലിയ സംഭവമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പറഞ്ഞു പറഞ്ഞ് കാട് കയറിയപ്പോ അതെങ്ങോട്ടൊക്കെയോ പോയി. എനിക്ക് ഒറ്റ ഉത്തരം അറിഞ്ഞാ മതി. ആ വിഷയത്തില് എന്താ അളിയന്റെ തീരുമാനം? ജോലി ഉപേക്ഷിക്കാന്നാണോ അതോ പറ്റില്ലെന്നാണോ? അളിയനൊരു വാക്ക് പറഞ്ഞ അത് പറ്റില്ല എന്ന് പറയാനാവൂ എനിക്ക്. പക്ഷേ ചില പ്രശ്നങ്ങളുണ്ടല്ലോ. ഞാനായിട്ട് തുടങ്ങി വെച്ച വലിയൊരു പ്രോജക്റ്റ് ഉണ്ട്. അത് പൂർത്തിയാക്കി കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്വമല്ലേ? അല്ല, അളിയൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ ഏറ്റെടുത്ത ഒരു കാര്യം അളിയനാണെങ്കിൽ പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് അങ്ങ് പോവോ? ഇനി ഒരു 15 ദിവസം അത്രയും മതി. അതിനുള്ളില് എല്ലാം തീർത്തെടുക്കും ഞാൻ. ഈ 15 ദിവസത്തിന്റെ കണക്ക് തന്നെയാ വൈദേഹി മാഡം പറഞ്ഞത്. ഞാൻ വൈദേഹി മാഡത്തിനെ പോയി കണ്ടിരുന്നു. വൈകമോളെയും കൂടി കണ്ടിട്ട് വരാന്ന് കരുതിയാ പോയത്. പക്ഷെ പറ്റിയില്ല. മോളും ഹസ്ബൻഡും കൂടി ആശുപത്രിയിൽ പോയിരിക്കായിരുന്നു. അയ്യോ, അത് കഷ്ടമായി പോയി. വൈകിയെ കൂടെ കണ്ട് കാര്യം പറഞ്ഞിട്ട് വന്നാ മതിയായിരുന്നു. ഞാൻ വെയിറ്റ് ചെയ്ത് കണ്ടിട്ടേ വരുള്ളായിരുന്നു. വൈദേഹി മാഡം പറഞ്ഞു വൈകയോട് മാഡം തന്നെ സംസാരിച്ചോളാം. അവര് വരാൻ വൈകിയാലോ എന്ന് ഞാൻ കരുതി. അതുകൊണ്ടിങ്ങി പോന്നു. വൈകിയോട് കൂടിയൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ കൂടുതൽ നന്നായനെ. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഫ്രോഡാണിവൻ. ഈ പറഞ്ഞ 15 ദിവസം അത് കഴിയുമ്പോ നിന്റെ പണി തീരും കാർത്തിക്. അപ്പൊ പിന്നെ നമുക്ക് അങ്ങനെ ഒരു തീരുമാനത്തിലെത്താം. ഒരു 15 ദിവസം കൂടി ഈ പറഞ്ഞ പ്രോജക്റ്റ് കഴിയും. അത് കഴിഞ്ഞ് എന്തെങ്കിലും എഴുത്തൂത്തുണ്ടെങ്കിൽ അതും കൂടി തീർത്തിട്ടങ്ങ് പോരെ. അല്ല, ഈ 15 ദിവസത്തെ കാര്യത്തിന് തന്നെ ഒരു പ്രശ്നമുണ്ടളിയ. നല്ല തിരക്കായിരിക്കും. ഒന്ന് പുറത്തൊക്കെ പോവേണ്ടി വരും. ബാംഗ്ലൂർ, മുംബൈ, ഹൈദരാബാദ്, ചിലപ്പോ ഗൾഫ് കൺട്രീസ്. അങ്ങനെ അളിയൻ ദേഷ്യപ്പെടരുത്. അതുവരെ എനിക്കിവിടെ നിന്ന് മാറി നിൽക്കേണ്ടി വരുമെന്ന് സാരം. വേവുന്നതുവരെ കാക്കാമെങ്കിൽ ആറുന്നതുവരെ കാക്കാനാണോ അളിയാ ബുദ്ധിമുട്ട്? 15 ദിവസത്തെ കാര്യമല്ലേ, അതങ്ങനെ തന്നെ നടക്കട്ടെ. പക്ഷേ അത് കഴിഞ്ഞ് വരുമ്പോ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് വേണം വരാൻ. ഷുവർ, അതിൽ പ്രശ്നമൊന്നുമില്ല അളിയ. അത് ഞാൻ അങ്ങനെ തന്നെ ചെയ്യാം. അത് കഴിഞ്ഞാ ഞാനും എന്റെ കുടുംബവും. അത്രേ ഉള്ളൂ. അതാണ്, അത് മതി. ഈ 15 ദിവസത്തെ കണക്ക് വെച്ച് ഇവൻ ഇങ്ങനെ ഒരു ഉറപ്പ് പറയണമെങ്കിൽ ഇവന്റെ ഉള്ളിൽ എന്തോ ഉണ്ടല്ലോ. ഇവന്റെ ക്രിമിനൽ മൈൻഡിൽ അടുത്ത എന്തോ ഫ്രോഡ് പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അതൊന്ന് കണ്ടുപിടിച്ചേ പറ്റൂ.